കാസർഗോഡ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. 25 അംഗമുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. ദിസ്ന സുരേഷ് വീണ്ടും ചേരുകയാണ്. ദിസ്ന, വാർത്തയുടെ വിവരങ്ങൾ കൂടി. ഇന്നലെ പുലർച്ചെ 3:30 കൂടിയാണ് ഇത്തരത്തിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഒരു സംഭവം ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം കേസന്വേഷണത്തിൽ പോലീസ് അടക്കം കരുതിയിരുന്നത് സ്വർണ്ണാഭരണം മോഷ്ടിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് കുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയിരുന്നു എന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ തെളിഞ്ഞിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് കേസന്വേഷണം ഊർജിതമാക്കാൻ, അതായത് ഇന്നലെ നടന്ന സംഭവമാണ്. ഇതുവരെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ സംഭവത്തിലാണ് ഇപ്പോൾ 25 അംഗ പോലീസുകാരുടെ നേതൃത്വത്തിൽ കേസ് അന്വേഷിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ഇടയിലൊക്കെ തന്നെയും വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. കാരണം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഇന്നലെ പുലർച്ചെ 3:30 കൂടിയാണ്. ഈ 3:30 ശേഷവും ഇത്തരത്തിൽ അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ടെന്ന് ആരോപിച്ചിട്ടും ഇതുവരെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടി പ്രധാനമായും മൊഴി നൽകിയിരിക്കുന്നത് തന്നോട് മലയാളം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് തന്നെ തട്ടിക്കൊണ്ടുപോയത്. തന്നെ വഴിയിൽ ഉപേക്ഷിച്ചതിന് ശേഷം അയാൾ 3-4 വീട് കഴിഞ്ഞിട്ടാണ് തന്റെ വീട് അവിടേക്ക് പോയിക്കോളൂ എന്നൊരു കാര്യവും തന്നോട് പറഞ്ഞിരുന്നു എന്നതടക്കമുള്ള മൊഴി കുട്ടി നൽകിയിരുന്നു. എന്നിട്ടും യാതൊരു തരത്തിലുള്ള അന്വേഷണ പുരോഗതിയും ഉണ്ടാവുന്നില്ല എന്നൊരു ആരോപണം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം 25 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.